പ്ലോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ജോഗ്രഫിക്കൽ കണ്ടീഷൻ ശ്രദ്ധിക്കാം. അതായത് ആ പ്ലോട്ട് പ്ലെയിൻ ആയ പ്ലോട്ട് ആണോ അതോ സ്ലോപ്ഡ് പ്ലോട്ട് ആണോ എന്ന് ശ്രദ്ധിക്കാം. സ്ലോപ്ഡ് പ്ലോട്ട് ആണ് എങ്കിൽ അത് പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ കാണേണ്ടി വരും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പ്ലോട്ട് റോഡ് ലെവലിൽ നിന്നും താഴെയാണോ അതോ മുകളിലാണോ എന്ന് ശ്രദ്ധിക്കാം. മാക്സിമം പർച്ചേസ് ചെയ്യുമ്പോൾ റോഡ് ലെവലിൽ നിന്നും മുകളിലുള്ള പ്ലോട്ട്, റോഡ് ലെവലിൽ നിന്നും ഹൈറ്റ് മുകളിൽ നിൽക്കുന്ന പ്ലോട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റോഡ് ലെവലിൽ നിന്നും താഴെയുള്ള പ്ലോട്ട് ആണ് എങ്കിൽ നമ്മൾ ആ പ്ലോട്ട് റോഡ് ലെവലിന്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സോയിൽ ഫില്ലിങ്ങിന്റെ കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്ലോട്ടിന്റെ മാക്സിമം അതിന്റെ ഷേപ്പ് സ്ക്വയർ പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള പ്ലോട്ടോ പർച്ചേസ് ചെയ്യാം. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പ് അല്ലാതെ ഒരു ഇറഗുലർ ഷേപ്പ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ